ഇൻകം ടാക്സിലെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, നമ്മൾ നേരത്തെ സെറ്റ് ഓഫ് ലോസസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു വർഷത്തെ ലോസസിനെ സെയിം ഇയറിലെ ഒരു ഹെഡിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ലോസസിനെ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. അതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഇപ്പോൾ ഓരോ ഇൻകത്തിൻ്റെയും നമുക്ക് ബേസ് ചെയ്തുകൊണ്ട് പറയാം. ഇപ്പോൾ ഫസ്റ്റ് വൺ, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ലോസസ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ 71B പ്രകാരം അപ് ടു 8 years വരെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ലോസസ് ആണ് വരുന്നതെങ്കിൽ അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത് 8 years വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അതേപോലെ തന്നെ അതിന് ഇൻകം ഫ്രം HP-യിൽ നിന്നും അടുത്ത വർഷത്തെ ഇൻകം ഫ്രം HP-യിൽ നമുക്ക് ഓരോ വർഷത്തെയും ഇൻകം ഫ്രം HP-യിൽ നമുക്ക് അതിനെ സെറ്റ് ഓഫ് ചെയ്യാം. അതിന് നമ്മളൊരു ലിമിറ്റ് പറഞ്ഞിരുന്നു, 2 ലക്ഷമാണ് മാക്സിമം ലിമിറ്റ് ഒരു വർഷം സെറ്റ് ഓഫ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇതാണ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസസിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് ലോസസ് ഫ്രം ബിസിനസ്. ബിസിനസ്സിൽ നിന്നുള്ള ലോസസ് ആണെങ്കിൽ സെക്ഷൻ 72 സബ്സെക്ഷൻ 1 പ്രകാരം അപ് ടു 8 years വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബിസിനസ്സിൽ നിന്ന് വരുന്ന ലോസസ് ആണെങ്കിൽ. ദെൻ നെക്സ്റ്റ് വൺ ആണ് ലോസസ് ഓഫ് സ്പെക്കുലേഷൻ ബിസിനസ്. സ്പെക്കുലേഷൻ ബിസിനസ്സിൻ്റെ കേസിൽ ആ ഒരു ലോസസിനെ നമുക്ക് മാക്സിമം അപ് ടു 4 years വരെ അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. ദെൻ ഇറ്റ് ഷുഡ് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് സ്പെക്കുലേഷൻ പ്രോഫിറ്റ്. സ്പെക്കുലേഷൻ പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ അതിനെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 4 years വരെ മാക്സിമം കൊണ്ടുപോകാം. അവിടെ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം അതിൽ നിന്ന് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതേപോലെ നെക്സ്റ്റ് വരുന്ന സ്പെസിഫൈഡ് ബിസിനസിൻ്റെ കേസാണ്, ലോസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ്. സ്പെസിഫൈഡ് ബിസിനസ് ലോസസിനെ നമുക്ക് അത് സെറ്റ് ഓഫ് ചെയ്യുന്നത് വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇതിന് അഞ്ചാമത്തത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസസിന് നമുക്ക് 8 years വരെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. ക്യാപിറ്റൽ ഗെയിനിന് മാത്രമേ അതിനെ സെറ്റ് ഓഫ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസിന്. ഇനി നെക്സ്റ്റ് വരുന്ന ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. അതിനെ നമുക്ക് മാക്സിമം 8 years വരെ കൊണ്ടുപോകാം. എഗെയിൻസ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ സെറ്റ് ഓഫ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസ് ആണ്. മാക്സിമം 8 years വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. എഗെയിൻസ്റ്റ് സച്ച് ഇൻകം ആണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ലോസ് ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് ആണ്. ഡിസ്കണ്ടിന്യൂഡ് ബിസിനസിൻ്റെ കേസിൽ മാക്സിമം 8 years വരെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ 1/4/1990 മുമ്പാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ അതിനെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇതാണ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസിൻ്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഓർഡർ ഓഫ് സെറ്റ് ഓഫ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്, കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ, അതേപോലെ ഓൾഡ് ഡിപ്രിസിയേഷൻ. അതായത് കഴിഞ്ഞ വർഷത്തെ ഡിപ്രിസിയേഷൻ സെറ്റ് ഓഫ് ചെയ്യാതെ അത് ക്യാരി ഫോർവേഡ് ചെയ്തതായിട്ട് വരുന്ന ഡിപ്രിസിയേഷൻസ്, അതേപോലെ തന്നെ ലോസസ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേതായിട്ട് നമ്മൾ എടുക്കേണ്ടത് കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ ആണ്. ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്, ആദ്യം മൈനസ് ചെയ്യേണ്ടത് കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ ആണ്. പിന്നീട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അതിനെയാണ് മൈനസ് ചെയ്യേണ്ടത്. ഓൺ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്. സയൻറ്റിഫിക് റിസർച്ചും പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ. ദെൻ നെക്സ്റ്റ് വരുന്നത് ബിസിനസ് ലോസസ് ഉണ്ടെങ്കിൽ അതിനെയാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ആണ്. അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ ഇൻകംസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ബിസിനസ് ഇൻകത്തിൽ നിന്നും ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്തരം കേസിലാണെങ്കിൽ ആ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷനെയും മൈനസ് ചെയ്യണം. പിന്നെ വരുന്ന അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കേസിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, സെറ്റ് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അൺഅബ്സോർബ്ഡ് ആണ് ഇത് നെക്സ്റ്റ് ഇതിൽ സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് വരുന്നത്. ഫസ്റ്റ് കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ എടുക്കുക, പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എടുക്കുക, പിന്നെ ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസസ്, പിന്നെ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ, പിന്നെ അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ഗോപു സബ്മിറ്റ്സ് ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്. ഇൻകം ഫ്രം HP കമ്പ്യൂട്ടഡ് 9,500, പ്രോഫിറ്റ് ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് 19,600, ഇൻട്രസ്റ്റ് ഫ്രം സെക്യൂരിറ്റീസ് 1,800, ഇൻകം ഫ്രം സ്പെക്കുലേഷൻ 1,900, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 3,200, long term capital gain 1,400. The following items have been brought forward from the preceding assessment year. Loss from textiles business 4,600, unabsorbed depreciation 1,000, speculation loss 4,000,
ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 1200, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 400, ലോസ് ഫ്രം HP ഹൗസ് പ്രോപ്പർട്ടി 3000, കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ നോട്ട് പ്രൊവൈഡഡ് ഫോർ എമൗണ്ട് റുപ്പീസ് 500, കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, ഇത്രയുമാണ് തന്നത്. അപ്പോൾ ലോസസ് തന്നിട്ടുണ്ട്, ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്, കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ, അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എടുക്കുന്നു. ഒന്നാമത്തെ ഇതിൽ സാലറി ഇല്ല, ഇൻകം ഫ്രം HP എടുക്കുന്നു. ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടുള്ളത് എത്രയാണ്? 9500 ആണ് ഇൻകം തന്നിട്ടുള്ളത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ലോസസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലോസസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, ലോസ് ഫ്രം HP എന്ന് പറഞ്ഞിട്ട് 3000 തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോസ് ഫ്രം HP മൈനസ് ചെയ്യുന്നു 3000. ഓക്കെ, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6500 എന്ന് ആൻസർ കിട്ടും. അത് ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. ഓക്കെ, അടുത്ത രണ്ടാമത്തെ വരുന്നത് എന്താണ്? സെക്കൻഡ് വൺ വരുന്നത് ബിസിനസ് ഇൻകം ആണ്. ബിസിനസ് ഇൻകം ആണ് വരുന്നത്. അതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് എത്രയാണ്? 19600 ആണ് തന്നത്. ഇനി ഇവിടെ ബിസിനസ് ഇൻകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് പറഞ്ഞിരുന്നു. ആദ്യം കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ ആണ് കൊടുക്കേണ്ടത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ. അപ്പോൾ കറണ്ട് ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. ആദ്യം കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുന്നു. എത്രയാണ്? 500 ആണ് വരുന്നത്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 19100 എന്ന് നമുക്ക് കിട്ടും. 19600 നിന്നും 500 മൈനസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മൈനസ് ചെയ്യേണ്ടതാണ് ബിസിനസ് ലോസ് ആണ് മൈനസ് ചെയ്യേണ്ടത്. ബിസിനസ് ലോസ് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ബ്രോട്ട് ഫോർവേഡ് ലോസ് എന്ന് പറഞ്ഞിട്ട് ലോസ് ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് 4600 തന്നിട്ടുണ്ട്. ആ 4600 മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 14500 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ബിസിനസ് ലോസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ. ആ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുന്നു. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എത്രയാണ്? അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ 1000 ആണ് തന്നത്. ആ 1000നെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. 1000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 13500 എന്ന് ആൻസർ കിട്ടും. അത് ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. ഇനി അടുത്തത് ക്യാപിറ്റൽ ഗെയിൻ എടുക്കാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? ക്യാപിറ്റൽ ഗെയിൻ തന്നത് 3200 ആണ് തന്നത്. ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് തന്നിട്ടുണ്ട്. ഓക്കെ, മൈനസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസസ് എത്രയാണ് തന്നത്? 1200 ആണ്. അപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2000 ഔട്ടർ കോളത്തിലേക്ക് മാറ്റിയത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ക്വസ്റ്റ്യനിൽ തന്നത് 1400 ആണ് തന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 400 ആണ്. മൈനസ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എത്രയാണ്? 400 ആണ്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1000 ഔട്ടർ കോളത്തിലേക്ക് വരും. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് ഇൻകം ഫ്രം സ്പെക്കുലേഷൻ ആണ്. അത് ബിസിനസ് ഇൻകത്തിൽ വരേണ്ടതായിരുന്നു. ജസ്റ്റ് ഇവിടെ നിങ്ങൾ കാണിച്ചാൽ മതി. അവിടെ വരുന്നത് എന്താണ്? സ്പെക്കുലേഷൻ ആണ് വരുന്നത്. ഇൻകം ഫ്രം സ്പെക്കുലേഷൻ. ഇൻകം ഫ്രം സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞ് തന്നത് എത്രയാണ്? 1900 ആണ് തന്നത്. ബിസിനസ് ഇൻകത്തിൻ്റെ നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ഷോർട്ട് ടേം പറയുന്നതിൻ്റെ അടിയിൽ തന്നെ കാണിച്ചാൽ മതി. ഞാനത് കൊടുക്കാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ഇൻകം ഫ്രം സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞ് 1900 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്തിനെ മൈനസ് ചെയ്യുന്നു? സ്പെക്കുലേഷൻ ലോസസിനെ മൈനസ് ചെയ്യുന്നു. സ്പെക്കുലേഷൻ ലോസസ് മൈനസ് ചെയ്യുന്നു. എത്രയാണ്? 4000 ആണ് വരുന്നത്. ഇപ്പോൾ 4000 മൈനസ് ചെയ്തു. 1900 നിന്ന് 4000 മൈനസ് ചെയ്താൽ 2100 കിട്ടും. ഇതെന്താണ്? ലോസസ് ക്യാരി ഫോർവേഡ് ആണ്. അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള മറ്റൊരു ഐറ്റം ഇൻട്രസ്റ്റ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, ഇൻട്രസ്റ്റ് ആണ് തന്നത്. ഇൻട്രസ്റ്റ് ഫ്രം സെക്യൂരിറ്റീസ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നതാണ് 1800. ഓക്കെ, ഇനി ഈ ഒരു എമൗണ്ട്സിനെ എല്ലാം തന്നെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ, ഈ എമൗണ്ട്സ് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ടോട്ടൽ ചെയ്താൽ 24800 എന്ന് ടോട്ടൽ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ,
അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് വരുന്നത്. സാധാരണ ബിസിനസ് ഇൻകത്തിലെ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷനും കറണ്ട് ഇയർ ലോസസും അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സെറ്റ് ഓഫ് ചെയ്യേണ്ട ഒരു ഓർഡറാണ്. അതേപോലെ തന്നെ ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ആണ് ഈ തന്നിട്ടുള്ളതൊക്കെ. അത് ഓരോ ഐറ്റത്തിൻ്റെയും നമ്മൾ ഇത്ര വർഷം വരെ അത് ക്യാരി ഫോർവേഡ് ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്